ബസ്സിലെ ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ച യുവതിക്കെതിരെ കേസെടുത്തു. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി. ദീപകിന്റെ അമ്മയുടെ പരാതിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ നടപടി. യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്ന് ദീപകിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ മാതാപിതാക്കളുടെയും യുവതിയുടെയും മൊഴിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവതിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഇനി ആർക്കും ഇത്തരം ദുരനുഭവം ഉണ്ടാകരുതെന്ന് ദീപകിന്റെ മാതാപിതാക്കൾ. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അത്രത്തെ ഒരു പേർക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേരെൻ്റെ കുട്ടി പറയിപ്പിച്ചിട്ട്. യുവതിയുടെ പരാതി വ്യാജമാണെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വീണ ജോർജ്. ഒരു സംഭവം വെച്ച് എല്ലാം സമാനവൽക്കരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി. വ്യാജ പരാതികൾ വ്യാജമായിട്ടുള്ളത് എന്തും അത് നമുക്കൊരു കാരണവശാലും അങ്ങനെയാണെങ്കിൽ അറിയില്ല, നമുക്കത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് എന്താണെന്നുള്ളത് കണ്ടെത്തട്ടെ. ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് തന്നെ മുന്നോട്ട് പോകും, അതിൽ യാതൊരു സംശയവുമില്ല. കുടുംബത്തിന് നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് LG ലിജീഷ് പറഞ്ഞു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.